നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളൊന്നും ഒരു രോഗാതുര അവസ്ഥയിലുള്ള ഒരു വ്യക്തിയൊന്നും നമ്മളാരും കുറ്റം പറയാനൊന്നും പാടില്ല എന്ന്, അതൊക്കെയാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു വെപ്പ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയെ, അത് അയാളുടെ രോഗാവസ്ഥയിലായാലും ഇനിയിപ്പോ അയാളുടെ മരണമാണെങ്കിലും അതിലൊന്നും അയാളെ സംശുദ്ധീകരിച്ചുകൊണ്ട് ചിന്തിക്കാനോ പറയാനോ ഒന്നും ആവില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളൊക്കെ വലിയ വായിൽ പറയും, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, നമുക്കും ഒരുപക്ഷെ ഈ രോഗമൊക്കെ വരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്ന വലിയ തത്വചിന്തകളൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക, നമ്മൾ തന്നെ ആഗ്രഹിച്ചു പോവാറുണ്ട്, ഇവനെ ഒന്നും ദൈവം കാണുന്നില്ല, ഇവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടിപ്പോണേ എന്ന് കാണുന്ന ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾക്കുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അയാൾ ഇനിയിപ്പോ എന്തൊക്കെയാണ്, ഏത് രോഗാവസ്ഥയിലാണെങ്കിലും, ഇനി മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ പോലും വരുന്ന ആളുകളാണെങ്കിലും, ക്രൂരത ചെയ്ത കൊടും ക്രിമിനലുകൾ, കൊടും ക്രൂരത ചെയ്ത് ഭരണത്തിന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരുപാട് പാവം പിടിച്ച മനുഷ്യന്മാരെ കണ്ണീരും അതല്ലെങ്കിൽ ആ ഒരു വേദനയുമായുള്ള ജീവിതത്തിലേക്ക് മാത്രം തള്ളിയിടുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളുടെ മരണമായാലും രോഗമായാലും അതിൽ ഞാൻ ആഹ്ലാദിക്കുക തന്നെ ചെയ്യുമെന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. അതിനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ നിലപാടിൽ വെള്ളം ചേർക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അത് ഇട്ടത് മറ്റാരുമല്ല, IP ബിനു എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ എന്തോ ഒരു വലിയ അന്തംകമ്മി കൊണാണ്ടറാണ് അവൻ. അവന്റെ വിചാരം അവൻ എന്തോ വലിയ സംഭവമാണ്, അവൻ ഈ നാടങ്ങട്ട്, ഈ നാട്ടുകാർ മുഴുവൻ അവന് സ്ത്രീധനം കിട്ടിയെന്നാണ് അവന്റെ വിചാരം. അറിയില്ല കേട്ടോ, IP ബിനു എന്നാണ് അവന്റെ പേര്. സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഇവൻ വലിയ വലിയ വായ്ത്താളങ്ങളൊക്കെ അടിക്കുന്ന കാണാം. അവൻ വലിയ സംഭവമാണ്. അവന്റെ കൈപ്പാട്ടിൽ ആരെങ്കിലും കിട്ടിയ അവൻ അടിച്ചു തീർക്കും, അതല്ലെങ്കിൽ തോക്ക് കിട്ടിയ വെടിവെച്ച് തീർക്കും എന്നൊക്കെ പറയുന്ന ഒരുത്തനാണ്. അന്തംകമ്മിയുടെ മൂത്ത ആ ഒരു വിഭാഗമാണ്. നമുക്കറിയാം, ഈ കഞ്ചാവ് കൂട്ടിയിട്ട് വലിച്ച് ആഞ്ഞു വലിച്ച് പറയുന്ന ബിനീഷ് കോടിയേരിമാരുടെയൊക്കെ ആ ഗണത്തിൽ പെടുത്താവുന്ന ഒരുത്തനാണ് IP ബിനു എന്ന് പറയുന്നത്. ഗുണ്ടാ സെറ്റപ്പുള്ള ആളാണ് എന്നാണ് എനിക്കുള്ള ഒരു ചെറിയ അറിവ്. എന്തായാലും ഇവനിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് സത്യത്തിൽ ആഹ്ലാദം തരുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ പല സമയത്തും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ചങ്ങാതി ഒരു സദസ്സിനെയും വകവെക്കാതെ അയാളുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു കൊടും കോപമുണ്ടല്ലോ, മൈക്കിനോട് കോപിക്കുക, മൈക്ക് സെറ്റുകാരനോട് കോപിക്കുക, അയൽപ്പക്കക്കാരോട്, ആരെങ്കിലും അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് കോപിക്കുക, വേണ്ട ഈ വേദിയിലേക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മാധ്യമങ്ങളോട് ഇറങ്ങിപ്പോ എന്നൊക്കെ അലറി വിളിക്കുന്ന രീതിയിൽ അയാളുടെ ആ ഒരു ദേഷ്യ പ്രകടനമൊക്കെ കണ്ട് അറപ്പും വെറുപ്പും തോന്നിയിട്ടുണ്ടായിരിക്കും ഒട്ടേറെ ആളുകൾക്ക്. എനിക്കും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. IP ബിനു എന്ന് പറയുന്ന അവനിട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ്, ആ അന്തംകമ്മി, മൂത്ത കമ്മി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. 60 കഴിഞ്ഞ ഒരാൾക്ക് ഒരു വ്യായാമവും ഇല്ലാതെ സ്വന്തം തല തന്റെ തന്നെ തുടയിടുക്കിൽ പൂഴ്ത്തി നിൽക്കാൻ കഴിയുമോ? ഇത് ആ രോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് ഇവൻ പറയുന്നത്. ഇനി നിൽക്കാൻ കഴിയുമോ? ബെഡിലോ കസേരയിലോ ഇരിക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ചുരുണ്ടുകൂടി ഒരു മാംസപിണ്ഡം പോലെ ചുരുണ്ടു പുളഞ്ഞു കൂടുമോ ആരെങ്കിലും? നിങ്ങൾ ജീവിതത്തിൽ എത്ര ക്യാൻസർ രോഗികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്? അവരിൽ എത്ര പേരുടെ കൂടെ അവരുടെ അവസ്ഥകളോടൊപ്പം ചിലവഴിച്ചിട്ടുണ്ട്? അതായത് ഈ IP ബിനു എന്ന് പറയുന്ന ചങ്ങാതി ഫേസ്ബുക്കിലൂടെ സ്ഥാപിക്കുകയാണ്, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ദേശക്കാരൻ, ഈ മുൻകോപി, എല്ലാവരെയും പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ആട്ടി ഓടിക്കുന്ന, എന്നാൽ തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ അവന്റെ ആ ഒരു വെളുക്ക ചിരിച്ചുകൊണ്ട് ആളുകളെ ചതിക്കാൻ വരുന്ന ആ രാഷ്ട്രീയക്കാരന് ക്യാൻസർ ആണ് എന്നാണ് ഈ IP ബിനു പറഞ്ഞു വെക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടതാണ്, പിണറായി വിജയന് പ്രൊസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് PC ജോർജ് പച്ചയ്ക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അതിന്റെ ഒരു സാധൂകരണവും നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഈ IP ബിനു എന്ന് പറയുന്ന ഈ മൂത്ത അന്തംകമ്മി ഇതിന് സാധൂകരണം നൽകുക തന്നെയാണ്. ഇനി പറയുന്നു, ഞാൻ പ്രൊസ്റ്റേറ്റ് ക്യാൻസർ എന്ന് കേൾക്കുന്നത് എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ അനുഭവത്തിൽ നിന്നാണ്. അതായത് ഈ IP ബിനു എന്ന് പറയുന്ന ഈ മൂത്ത അന്തംകമ്മിയുടെ ഏതോ ഒരു ജ്യേഷ്ഠന് ഈ പ്രൊസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ട് അത്രയും. ഇനി പ്രൊസ്റ്റേറ്റ് ക്യാൻസർ എന്നത് അറിയാത്തവർ ഗൂഗിൾ ചെയ്ത് നോക്കുക. മറ്റൊന്നുമല്ല, നമ്മുടെ താഴെ സംഭവിക്കുന്ന അതാണ്. ഏറ്റവും കൂടുതൽ വൃത്തിഹീനമായാലും അതല്ലെങ്കിൽ വേദനാജനകവുമായിട്ടുള്ള ഏറ്റവും ക്രൂരതയുടെ വിധി അതല്ലെങ്കിൽ ഭഗവാൻ നൽകുന്ന ഏറ്റവും ക്രൂരന്മാർക്ക് നൽകുന്ന ഒരു അസുഖമായിട്ട് തന്നെ ഞാൻ അതിനെ വിലയിരുത്തുകയാണ്. അത്തരത്തിലുള്ള ഒന്ന് ഈ IP ബിനുവിന്റെ സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു അത്ര. ഇനി പറയുന്നു,
അത് എത്രമാത്രം ദുരിതമാണെന്ന് നേരിൽ അനുഭവിച്ചതും അന്നാണ്. നല്ല ആരോഗ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന നേരത്തും അയാളെ തേടി മരണം എന്താ വരാത്തത് എന്ന് ആലോചിച്ചതും ഞാനൊരു മനുഷ്യനാണോ എന്ന് എന്നെ തന്നെ പൊള്ളിച്ചതും അന്നാണ്. അതായത് ഇയാളുടെ ഏതൊരു കുടുംബത്തിൽ ഒരാൾക്ക് ഈ പ്രൊസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു അത്രയും, അന്തംഗമ്യനായിരിക്കും എന്തായാലും. അപ്പൊ അത്തരത്തിലുള്ള അയാളുടെ അനുഭവമാണ് ഐ പി ബിനു പറയുന്നത്. ഇയാളൊന്ന് മരിച്ചു പോയിരുന്നെങ്കിലും ഇയാളുടെ വേദന കണ്ട് പൊളയുന്ന ആ മനുഷ്യനെ കണ്ടിട്ട് ഇവൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ അന്തംഗമ്മി പറയുന്നത്. എന്റെ ശരീരം പാതി വെന്തു 5 മാസത്തോളം ആശുപത്രിയിലായിരുന്ന നേരനുഭവത്തിൽ പോലും ഞാൻ അനുഭവിച്ചത് വേദനയെ അല്ലെന്ന് ബോധ്യമായതും അന്നാണ്. അതായത് ഇവന്റെ ശരീരം പൂർണ്ണമായിട്ടോ പാതി എന്തൊക്കെ വെന്തിട്ടുണ്ടെന്നും പറയുന്നു. എന്തെങ്കിലും അന്തംഗമി പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും ഐ പി ബിനും. എന്തായാലും അതിനേക്കാൾ വലിയ വേദനയാണ് ഈ പ്രൊസ്റ്റേറ്റ് ക്യാൻസറുകാർ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകളല്ല, നമ്മൾ അനുഭവിക്കാത്ത വേദനകളും അങ്ങനെയല്ലെന്ന് ഒരിക്കലെങ്കിലും RCCയിൽ പോയ ഏതൊരാൾക്കും ബോധ്യപ്പെടും. ഓ, വലിയ ചിന്തകളൊക്കെ വരുന്നുണ്ട്. ആഞ്ഞു വലിച്ചതാ. പിന്നെ എന്താ പറയുന്നത്, കുറെ പറയണമെന്നുണ്ട്, വാക്കുകൾ ആദ്യമായി വഴിയിൽ തങ്ങുന്നു. 80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ ക്യാൻസർ ചികിത്സയ്ക്കായി പോകുന്ന വാർത്തയ്ക്ക് താഴെ വന്നു അർമാദിക്കുന്ന രാക്ഷസ ജന്മങ്ങളെ കാണുമ്പോൾ എന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. അതായത് ഈ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മായോ ക്ലിനിക്കിൽ ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോയ വാർത്തയ്ക്ക് താഴെ കമന്റ് ഇടുന്ന ആളുകളൊക്കെ ഇവന്റെ കയ്യിൽ ഒരു തോക്ക് കിട്ടിയാ തെരഞ്ഞു വന്ന് വെടിവെച്ച് കൊല്ലുമെന്നാണ് ഇവൻ പച്ചയ്ക്ക് പറയുന്നത്. മനസ്സിലായല്ലോ അന്തംഗമ്മിയുടെ ഒരു സ്റ്റാൻഡേർഡ് എവിടം വരെയാണെന്നുള്ളത്. പിണറായി വിജയനെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം നമ്പർ വൺ എന്നങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. മാത്രമാണോ അമേരിക്കയെ കുറിച്ച്, ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന ആ തെമ്മാടി രാഷ്ട്രം ഇസ്ലാമിക ജിഹാദി രാഷ്ട്രത്തിനെതിരെ യുദ്ധസന്നാഹമായി തയ്യാറെടുത്ത സമയത്ത് അമേരിക്കയെ തെമ്മാടി രാഷ്ട്രം, അത് കാലങ്ങളായുള്ള തെമ്മാടി രാഷ്ട്രമാണെന്ന് പറഞ്ഞ പിണറായി തമ്പുരാനെ അയാളുടെ ഈ പറയുന്ന ഐ പി ബിനു അടക്കമുള്ള ആളുകൾ സ്ഥാപിക്കുന്ന ഈ പ്രൊസ്റ്റേറ്റ് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ, ഇനി വല്ല മൂലക്കുരു ചികിത്സിക്കാനാണെങ്കിൽ പോലും സഖാക്കന്മാരൊക്കെ അമേരിക്കയിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിന് ഇവിടെ നമ്പർ 1 ഇല്ല, അത് നമ്പർ 1 ആണ് ആ സമയത്ത് കേരളത്തിൽ. പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് മാത്രം നമ്മന്റെ കേരളത്തിൽ നമ്പർ 1 ഇല്ല. അപ്പൊ നമ്പർ 2, നമ്പർ 3, നമ്പർ 10 ഒക്കെയാണ്. പക്ഷെ പിണറായി തമ്പുരാൻ അമേരിക്കയിൽ പോയി ചികിത്സ കഴിഞ്ഞ് വന്നാൽ പിന്നെ എന്താ പറയാം, ലോകോത്തര ആരോഗ്യരംഗം എന്നൊക്കെ പറയും. എന്നിട്ടാണ് പാവം പിടിച്ച ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ തലയിലേക്ക് ഈ ആശുപത്രി നമ്പർ 1 ആയിട്ടുള്ള ആശുപത്രി തകർന്നമർന്ന് പൊളിഞ്ഞു വീണതോ. എന്നിട്ടോ പൊളിഞ്ഞു വീണിട്ട് മണിക്കൂറുകൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയത് ആരോഗ്യമന്ത്രിയുള്ള നമ്പർ 1 കപ്പിത്താൻ എന്നൊക്കെ പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ട് സ്ഥാനമുറപ്പിച്ച, അതല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുന്ന ആ സ്ത്രീ കാരണം ആ പാവം പിടിച്ച ആ ഒരു ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ രക്ഷാപ്രവർത്തനം പോലും വൈകി എന്നതിന്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ ഇന്നും തയ്യാറാവാതെ, ആ കുടുംബത്തിന് 1 രൂപ പോലും സഹായം പ്രഖ്യാപിക്കാത്ത, ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന ഈ നാട്ടിൽ ഐ പി ബിനു പറയുകയാണ്, മക്കളെ, തോക്കുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കുന്നവരെ അവൻ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഇറങ്ങും അത്രയും. ഇനിയോ അപ്പോഴും അവർക്ക് ഈ മനുഷ്യന്റെ അതേ രോഗാവസ്ഥ വന്ന് അവർ അനുഭവിച്ചറിയട്ടെ എന്ന് പറയാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ പറയല്ല ബിനു, നീ പിണറായി വിജയന് വേണ്ടി അത്രത്തോളം അങ്ങോട്ട് ഊക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ അതൊക്കെ പറയും, നമ്മൾക്കറിയാം. ഇനിയോ മരണം പോലും ഒരു മഹത്തായ ആശ്വാസമായി തോന്നുന്നത് എത്ര ഭീകരമാണത്. അതായത് ഈ പ്രൊസ്റ്റേറ്റ് ക്യാൻസർ ആണ് പിണറായി വിജയൻ എന്ന് ഇവൻ സ്ഥാപിക്കുന്നു. ഇവന്റെ ഫേസ്ബുക്കിലൂടെ ഉടനീളം എഴുതുന്നു ക്യാൻസറിനെ കുറിച്ച്. മരണമാണ് ഇതിനേക്കാൾ നല്ലതെന്ന് ഇവൻ തന്നെ പറയുന്നു. അപ്പൊ അത്രയ്ക്കും കൊടൂരമായിട്ടുള്ള വേദന പിണറായി വിജയൻ സഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞു നൽകിയതാണെന്ന് ഈ കൊടും ക്രൂരത അനുഭവിക്കുന്ന ഈ കേരള ജനത കൃത്യമായി പച്ചയ്ക്ക് ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഇനിയോ പിണറായി വിജയൻ, നിങ്ങൾക്ക് അയാളെ ചീത്ത വിളിക്കാൻ, അതായത് പിണറായി വിജയനെ ചീത്ത വിളിക്കാൻ 100 കാരണങ്ങൾ ഉണ്ടാവും എന്നല്ല ഐ പി ബിനുവെ, ഉണ്ട് എന്നാണ് തിരുത്തേണ്ടതുണ്ട്. ഇനിയൊരു 100 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ലെന്ന് പറഞ്ഞ നാട്ടിൽ തുടർച്ചയായി നിങ്ങളെ പ്രതിപക്ഷത്തിരുത്തിയതിന്റെ ദേഷ്യവും വാശിയും മനസ്സിലാകും. അത് കോൺഗ്രസ്സുകാരോട് കൂടിയായിരിക്കും. എന്നാൽ ഐ പി ബിനു, നീ മനസ്സിലാക്കുക, ഏകദേശം 10-23 കൊല്ലം തുടർച്ചയായി ഭരിച്ച ത്രിപുരയിൽ എന്ത് സംഭവിച്ചു? എത്രയോ വർഷം തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ അധികാരം എന്തിയ ബംഗാളിന് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് പിണറായി വിജയൻ 3ാമത് അങ്ങോട്ട് കിരീടം ധരിക്കുമ്പോഴേക്കും, അതല്ലെങ്കിൽ 2-3 വട്ടം കിരീടം അങ്ങോട്ട് ധരിക്കുമ്പോഴേക്കും ഈ കേരളം നിന്റെ ഒന്നും തന്തമാർക്ക് സ്ത്രീധനം കിട്ടിയതല്ല, നിനക്കൊന്നും സഖാക്കന്മാർ കഴിഞ്ഞാടാൻ, നിനക്കൊക്കെ തോക്കെടുത്തിറങ്ങി വിമർശിക്കുന്നവരെ വെടിവെച്ച് കൊല്ലാൻ നിന്റെ ഒന്ന് പെണ്ണുമ്പിള്ളയുടെ ആ സ്ത്രീധനമായി കിട്ടിയതല്ലല്ലോ സുഹൃത്തേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഐ പി ബിനു അവരെയും പോയി വെടിവെച്ച് കൊല്ലല്ലേ എന്ന് പറയേണ്ടതുണ്ട്. ഇനിയാ
പക്ഷേ അതൊക്കെ വേണ്ടത് ആരോഗ്യത്തോടെയുള്ള ഒരു പിണറായി വിജയനോടെയാണ്. ആരോഗ്യത്തോടെ ഉണ്ടായിരുന്ന പിണറായി വിജയൻ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് മാത്രം നിങ്ങളൊക്കെ ഗൂഗിളിൽ ഒന്ന് പേര് സെർച്ച് ചെയ്താൽ മതി. ഈ നാട്ടിലെ ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് അതല്ലെങ്കിൽ ആദ്യ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ കേസിലെ പ്രതിപട്ടികയിലുള്ള പേരുണ്ടായിരുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് തലശ്ശേരിയിലെ കോടതിയുടെ റെക്കോർഡ് റൂമുകളിൽ പോയാൽ പരതിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നും ലാവ്ലിൻ കേസിൽ നിന്ന് എങ്ങനെയാണോ പിണറായി വിജയൻ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്നും പിണറായി വിജയന്റെ മകളായാലും മകനായാലും പിണറായി വിജയനായാലും പിണറായി വിജയന്റെ ഭാര്യയായാലും ഇവരൊക്കെ ഒട്ടേറെ ആരോപണ വിധേയങ്ങളിൽ നിന്ന് ആ ഒരു വിധേയമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതാണ് രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരുടെ പിന്നാമ്പുറ കഥകൾ എന്നുകൂടി മനസ്സിലാക്കാത്തവരല്ല ഇവിടത്തെ മലയാളികൾ. അതുകൊണ്ട് പിണറായി വിജയനെയും മകളെയും ഭാര്യയായാലും മകനായാലും ഇവർക്കൊക്കെ വേണ്ടി ഓശാന പാടുന്ന രാഷ്ട്രീയക്കാർ ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അവരുടെ കള്ളിയെല്ലാം വെളിച്ചത്താവുക തന്നെ ചെയ്യും. ഇനിയോ, രോഗാവസ്ഥയിലെ ഭൂമിയിലെ ഏറ്റവും വലിയ വേദന തിന്നുന്ന മനുഷ്യനോടല്ല. യെസ്, എനിക്ക് അവിടെ ചിരി വന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. പിണറായി വിജയൻ ഇത്ര കണ്ട് വേദന തിന്നുന്ന ഒരാളാണെന്ന് ഈ IP ബിനു എന്ന് പറയുന്ന മറ്റൊരു കമ്മി തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എനിക്കതിൽ ആഹ്ലാദമുണ്ട്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന കൊടും ഭരണാധികാരി, കൊടും ക്രൂരതയോട് പ്രവർത്തിക്കുന്ന ഭരണാധികാരി, അത് അയാളുടെ ആദ്യകാലം മുതൽ അവസാന കാലം വരെ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അതല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ ഭൂമിയിൽ തന്നെയാണ് നരകവും സ്വർഗവും എന്ന് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്ത വരദാനം തന്നെയാണ് IP ബിനു എന്ന് സാധാരണക്കാരായ ഓരോ ആളുകളും പറയും. കാരണം ഇവിടെ പിണറായി വിജയൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ അയാളുടെ രാഷ്ട്രീയ പടവുകൾ ചവിട്ടി ഉയർന്നു വന്നതെന്ന് ചിന്തിക്കുന്ന ചരിത്രം പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. കണ്ണൂരിലും ഈ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഇന്നും ജീവച്ഛവമായി കിടക്കുന്ന, അതല്ലെങ്കിൽ ഒട്ടേറെ ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു മനുഷ്യൻ വേദനയോടെ പുളയുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനവും ആഹ്ലാദവും പടക്കം പൊട്ടിക്കാനും ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൊതിക്കുന്നുണ്ട് എന്ന് IP ബിനു മനസ്സിലാക്കുക. ഇനിയും വരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരുട്ടുമുറി ചാനലിലെ മീശയുള്ള ശശികല വമിക്കുന്ന വിഷം, അതായത് ശശികല ടീച്ചറെ വിഷം എന്നൊക്കെ വമിക്കുന്ന രീതിയിൽ പറയുന്ന നിന്റെയൊക്കെ ഇതേ ചിന്താഗതിയുള്ള പിണറായി വിജയൻ വരുന്നതിൽ സന്തോഷം എന്തുകൊണ്ടാണ് ആളുകൾക്ക് എന്ന് IP ബിനു നീ മനസ്സിലാക്കുക. അങ്ങനെ ശശികല ടീച്ചറോട് വമിച്ചുകൊണ്ട് മീഡിയ വൺ എന്ന് പറയുന്ന രാജ്യദ്രോഹത്തിന് നിരോധനം നേരിട്ട ചാനലിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാരെയാണ് ഈ IP ബിനു കുറ്റപ്പെടുത്തുന്നത്. പിണറായി വിജയനെ വിമർശിച്ചത്രേ. അതാണ് ഈ ആശാന് പൊള്ളലുണ്ടാക്കിയത്. ഇനിയോ, വമിക്കുന്ന വിഷം നിങ്ങളിലെ മനുഷ്യനെയാണ് കൊല്ലുന്നതെന്നെങ്കിലും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇനി കമന്റ് ഇടുന്ന ആളുകളോടുള്ള ഉപദേശമുണ്ട് ഈ കമ്മിയുടെ, ഈ അന്തം കമ്മി ഗുണ്ടാ കമ്മിയുടെ. പറയുന്നതെന്നറിയാമോ, ഈ കമന്റോളികൾ കയ്യകലത്തിൽ വന്നാൽ അന്ന് ഞാനൊരു 12 കൊല്ലം ജയിൽവാസം തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് പിണറായി വിജയനെതിരെ കമന്റ് ഇടുന്ന അന്തംകമ്മികൾക്കെതിരെ കമന്റ് ഇടുന്നവരെ കൊന്നുകൊണ്ട് 12 വർഷം ജയിലിൽ താമസിക്കാനും ജയിൽവാസം അനുഷ്ഠിക്കാനും ഈ അന്തംകമ്മി മൂത്ത കമ്മി പിണറായി വിജയനെ അങ്ങോട്ട് വാനോളം അങ്ങോട്ട് ആക്കിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയാ, അത് പിണറായി വിജയനോടുള്ള ആരാധന കൊണ്ടല്ലടോ. നിന്റെയൊക്കെ അധികാരത്തിന്റെ കസേര, നിന്റെയൊക്കെ വരാനിരിക്കുന്ന നാളുകളിൽ നീയൊക്കെ തയ്പ്പിച്ചു വെച്ചിട്ടുള്ള രാഷ്ട്രീയ കുപ്പായമുണ്ടല്ലോ, ആ കുപ്പായം ഉയർന്നുയർന്ന് നിന്റെ പടവുകൾ ചവിട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേദന അനുഭവിക്കുന്ന പിണറായി രാജാവ് എന്നും പറഞ്ഞ് മോങ്ങേണ്ടതുണ്ട് എന്നുള്ളത് അന്നം കഴിക്കുന്ന മലയാളിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് 23 വർഷത്തിലധികം ത്രിപുരയിൽ തുടർച്ചയായിട്ട് ഭരിച്ച, ബംഗാളിൽ ഒരുപാട് നാൾ ഭരിച്ച അവിടത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് കേരളത്തിൽ വന്ന് പൊറാട്ടയടിക്കാനും ചപ്പാത്തി അടിക്കാനും, അതല്ലെങ്കിൽ ഇവിടുത്തെ കക്കൂസ് കോരാനും സഖാക്കന്മാർ, ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ഒക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ അതേ അവസ്ഥയിലേക്ക് പോവാനുള്ളവനാണ് നീയൊക്കെ എന്ന് കൃത്യമായിട്ട് ഇവിടുത്തെ ദൈവവിശ്വാസമുള്ള, അതല്ലെങ്കിൽ മതേതരമെന്ന് യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ഇവിടുത്തെ പാവം പിടിച്ച ജനങ്ങൾക്ക് അറിയാമടോ. അത് നിനക്കൊക്കെ ചവിട്ടിക്ക് എത്രത്തോളം നീ ഉയർന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക. ഈ ദുഷ്ടനെ പന പോലെ ദൈവം വളർത്തും. പിന്നെയോ, അത്തരത്തിൽ തന്നെയാണ് പിണറായി വിജയനെ പനയോളം വളർത്തിയിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഒരു നിമിഷം പോലും വേദന അനുഭവിക്കാത്ത ഒരു ജീവിതം അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇത്ര വലിയ മാരക രോഗം എന്ന് ഈ IP ബിനു തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ തന്നെ ഇയാൾക്കുണ്ടെന്നും, ഇയാൾ ഇത്ര കണ്ട് സ്വന്തം തല തുടയിടുക്കിലേക്ക് ഒരു പ്രാക്ടീസും ഇല്ലാത്ത മടക്കി വെക്കുന്ന രീതിയിലേക്ക് വേദന അനുഭവിക്കാറുണ്ടെന്നും
ഈ IP ബിനു പോലെയുള്ള അന്തം കമ്മികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് ദൈവം പന പോലെ വളർത്തിയ അവസാനം ആ വളർത്തിയ പനയുടെ കൂമ്പുണ്ടല്ലോ, ആ കൂമ്പിൽ ഇടിമിന്നൽ തട്ടിച്ച് നശിപ്പിച്ച് കളയുമെന്നുള്ള ആ ഒരു തത്വം തന്നെയാണ് ഇവിടെ നടപ്പിലായിരിക്കുന്നത്. ഇനി അത് പിണറായി വിജയനോടുള്ള ആരാധന കൊണ്ടല്ല, നാളെയും ഈ നാട്ടിൽ മനുഷ്യർക്ക് ജീവിക്കാനാണ്. എടോ, മനുഷ്യർക്ക് ജീവിക്കാൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സഖാക്കന്മാർ മാത്രമാണോ നിന്റെയൊക്കെ കാഴ്ചപ്പാടിൽ മനുഷ്യരെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിനക്കൊന്നും അതിന് ഉത്തരമുണ്ടാവില്ല. കാരണം നിന്റെയൊക്കെ മനസ്സിൽ ഓടുന്നത് വർഗീയതയുടെയും ജാതിയുടെയും മതത്തിന്റെയും ആ വേലിക്കെട്ടുകൾ തകർക്കാനല്ല നിന്റെ ഒന്നും മനസ്സ് കൊതിക്കുന്നത്. ആ വേലിക്കെട്ടുകൾ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് നിന്റെയൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾ നെയ്യാൻ വേണ്ടി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കൊടുംഭീകരരായാലും നൂറുകണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിൽ കൊന്ന PDP എന്ന് പറയുന്ന പാർട്ടി ആയാലും അവരുടെയൊക്കെ തോളിൽ കൈയിട്ടുകൊണ്ട് നീയൊക്കെ ചവിട്ടിക്കയറുന്ന രാഷ്ട്രീയ പടവുകളുണ്ടല്ലോ, അതൊക്കെ ഒരു നാൾ ഇതുപോലെ തകർന്ന് അമരുക തന്നെ ചെയ്യും. അന്ന് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുള്ള പിണറായി വിജയന് ആ കോടിക്കണക്കിന് രൂപയൊന്നും അയാളുടെ വേദന സംഹാരിക്ക് ഉതകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാടോ നീയൊക്കെ ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ടുകൊണ്ട് വയനാട് ദുരന്ത ബാധിതരായിട്ടുള്ള ആ പാവങ്ങൾക്ക് കൊടുക്കേണ്ട ധനം പോലും പിടിച്ചടക്കി വെച്ചുകൊണ്ട് എത്രയോ പാവങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് പല രീതിയിൽ പറഞ്ഞാലും തീരാത്ത കൊടും ക്രൂരത ചെയ്ത നിനക്കൊക്കെ എന്നിട്ട് നീയൊക്കെ എന്ത് സമ്പാദിച്ചു കൂട്ടി? ആ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും പണമോ നിന്റെ വേദനയ്ക്ക് ശമനം വരുത്തുന്നുണ്ടോ പിണറായി വിജയ എന്നുള്ളത് ഇവിടത്തെ കേരളത്തിലെ ഓരോ ജനങ്ങളും ചോദിക്കുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം കൂടി കാണേണ്ടതുണ്ട്. പല പോലെ വളർത്തിയ പിണറായി വിജയന് ദൈവം കൊടുത്ത ശിക്ഷ ഇതാണെന്ന് IP ബിനു അടക്കമുള്ള ആളുകൾ പച്ചയ്ക്ക് പറയുമ്പോൾ, PC ജോർജ് അടക്കമുള്ള ആളുകൾ മുൻപ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിൽ ഞാൻ പറയുന്നു, ക്രൂരന്മാർക്ക് അയാളുടെ മരണമാണെങ്കിലും രോഗാവസ്ഥയാണെങ്കിലും ഒരിക്കലും അവരെ നന്മയുടെ പ്രതീകമായി ഉയർത്താൻ പറ്റില്ല. ക്രൂരൻ എപ്പോഴും ക്രൂരൻ തന്നെയായിരിക്കും. ആ ക്രൂരനോട് ഒരേ സ്വഭാവമേ നമ്മൾക്ക് പ്രകടിപ്പിക്കാനാവൂ, അത് ആഘോഷം എന്ന ആ സ്വഭാവം മാത്രമാണ്. പച്ചയ്ക്ക് പറയട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.